ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT ലിസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടുപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു ക്യൂട്ട് ഫിലിമാണ്, കുറച്ച് ഇമോഷൻ ഒക്കെ ഉള്ള അതിലൊരു ക്യൂട്ട് എലമെന്റ് ഉണ്ട്. അതുകൊണ്ടാണോ? അല്ലല്ല, അതെ, റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയതും അതുപോലെ നിവിൻ തന്റെ പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വന്നതുമായ ചിത്രമാണ് അഖിൽ സത്യന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സർവമായ. യാതൊരുവിധ ഹൈപ്പും കൂടാതെ തിയേറ്ററുകളിലെത്തി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഇന്ന് ജനുവരി 30 വെള്ളിയാഴ്ച ഹോട്ട്സ്റ്റാർ വഴി സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി എന്നിങ്ങനെ മൊത്തം 7 ഇന്ത്യൻ ഭാഷകളിൽ ഈ ഒരു സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മതി, അധികം കണ്ടാൽ എന്റെ ചാനൽ അടിച്ചു പോകും. അപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുള്ള ഈ ഒരു സോങ്ങുള്ള സിനിമയാണ് രൺവീർ സിംഗ്, പിന്നെ നമ്മുടെ ആൻമരിയ കലിപ്പിലാണ് സിനിമയിലെ സാറ അർജുൻ എന്നിവർ പ്രധാന റോളിലെത്തിയ ബോളിവുഡ് ചിത്രമാണ് ദുരന്തർ. എന്താ അല്ലേ, എത്ര പെട്ടെന്നാ പിള്ളേരൊക്കെ വളരുന്നത്, എല്ലാം ചടപടേ. എനിവേ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഏതാണ്ട് 1300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് വൻ ഹിറ്റായി മാറിയ ഈ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ മലയാളം ഉൾപ്പെടെ അറൗണ്ട് 5 ഇന്ത്യൻ ഭാഷകളിൽ ഈ ഒരു സിനിമ OTT റിലീസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിത്രം കിട്ടേണ്ട സ്ഥലത്ത് കൃത്യമായി തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അതല്ല, കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, പരിഹാരമുണ്ടാക്കാം. വൻ ഹൈപ്പിൽ വന്നതിലും 2x സ്പീഡിൽ പൊട്ടി പണ്ടാറടങ്ങിയ സിനിമയാണ് ദിലീപ് നായകനായി എത്തിയ ബബ്ബ. സിനിമയുടെ OTT റിലീസ് എല്ലാം ഇക്കഴിഞ്ഞു പോയ ജനുവരി 15 C5 വഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിനിമയുടെ തെലുങ്ക് പതിപ്പ് കൂടി C5 വഴി റിലീസ് ആരംഭിച്ചിട്ടുണ്ട്. സത്യം പറ, നിങ്ങൾക്ക് ഈ ഒരു ചിത്രം വർക്കായിരുന്നോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഏതായാലും എനിക്കെന്തോ അത്രക്കങ്ങ് സെറ്റായില്ല. പക്ഷേ ഒരു കാര്യം, ദിലീപേട്ടന്റെ എത്ര സിനിമ വന്നു പൊട്ടിയാലും പുള്ളിക്കാരൻ ഒരു കാലത്ത് ചെയ്തു വെച്ച സിനിമകൾ കൊണ്ട് മാത്രം അന്നും ഇന്നും ഇനി എന്നും പുള്ളിക്കാരൻ ജനപ്രിയ നടനായി തന്നെ തുടരും. അതിന് യാതൊരുവിധ മാറ്റവുമില്ല. അത് വേറെ കാര്യം, ആരുടെയോ സംവിധാനത്തിൽ ആരൊക്കെയോ പ്രധാന റോളിലെത്തിയ ഒരു 18+ സീരീസ് ആണ് രതിലയം. കംപ്ലീറ്റ് അഡൽട്ട് ഡ്രാമ ജേണലിൽ പെടുന്ന ഈ ഒരു മലയാളം സീരീസ് IBM മൂവീസ് വഴി 20 മിനിറ്റിനടുത്ത് ഡ്യൂറേഷൻ വരുന്ന ഫയലിൽ മലയാള ഭാഷയിൽ മാത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ട. കൂടാതെ ഇന്നും ഈ അടുത്തുമായി OTT റിലീസ് ആരംഭിച്ച സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തത് കാർത്ത് നായകനായി എത്തിയ ഭാവാദ്യാർ എന്നൊരു തമിഴ് ചിത്രം ആമസോൺ വഴി റിലീസ് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് അനാക്കോണ്ട എന്നൊരു അന്യഭാഷ ചിത്രം ആമസോൺ വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് ചാമ്പ്യൻ എന്ന ഏതോ ഒരു തെലുങ്ക് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആരംഭിച്ചിട്ടുണ്ട്.